പ്രിയമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമുക്ക് പഠനശുക്ല പ്രചോദനാത്മകമായ കഥയിലേക്ക് മടങ്ങാം. രവീന ടണ്ടൻ ഈ കഥയെ ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. പട്നയിലെ ഒരു സമർപ്പിത കീഴ്ക്കോടതി അഭിഭാഷകയെന്ന നിലയിൽ തൻവി ഒരു കേസ് ഏറ്റെടുക്കുന്നു. ഉപരിതലത്തിൽ തന്റെ പരീക്ഷാ സ്കോറുകൾ അന്യായമായി കുറച്ചതായും ഒരുപക്ഷേ കൃത്രിമം കാണിച്ചതായും ബോധ്യപ്പെട്ട റിങ്കി കുമാരി എന്ന യുവ വിദ്യാർത്ഥിയുടെ കേസ് പുനർമൂല്യനിർണയത്തിനായുള്ള പോരാട്ടമായി മാത്രം ആരംഭിക്കുന്നത് ക്രമേണ ഒരു വലിയ വിദ്യാഭ്യാസ അഴിമതിയുടെ ചുരുളഴിയലിലേക്ക് പരിണമിക്കുന്നു. അതിൽ സ്വാധീനമുള്ള വ്യക്തികളും ഉന്നത സ്ഥാനങ്ങളിൽ വേരൂന്നിയ അഴിമതിയും ഉൾപ്പെടുന്നു. സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിരോധം നേരിടുന്ന തൻവിക്ക് ശക്തരായ വ്യക്തികളിൽ നിന്ന് ഭീഷണികൾ നേരിടുന്നു. സ്വന്തം ഭൂതകാലത്തെ വെല്ലുവിളിക്കുന്ന ചില വ്യക്തിപരമായ സത്യങ്ങൾ പോലും കണ്ടെത്തുന്നു. എന്നിരുന്നാലും അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും അന്വേഷിക്കുന്നതിലും സത്യം അടിച്ചമർത്തപ്പെടാൻ അനുവദിക്കാതിരിക്കുന്നതിലും അവൾ ഉറച്ചുനിൽക്കുന്നു. സത്യം എത്ര തവണ മറഞ്ഞിരിക്കുന്നുവെന്ന് അവളുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിദൂര വ്യവസ്ഥകൾക്കുള്ളിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇടങ്ങളിൽ തന്നെ. നമ്മുടെ സമൂഹങ്ങളിൽ ഗോസിപ്പുകൾ ദുർബലരുടെ ശബ്ദങ്ങളെ മുക്കിക്കളയുന്നു. നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ സൗകര്യാർത്ഥം അനീതി അവഗണിക്കപ്പെടുന്നു. നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിൽ പോലും കൈപേറിയ സത്യങ്ങളിൽ നിന്ന് അകന്നുമാറി നമ്മെത്തന്നെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടിവരുന്നു. നീതിയുടെ വെളിച്ചം മങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ അത് കാണാതിരിക്കാൻ തീരുമാനിക്കുന്നതിനാൽ. ഇന്നത്തെ സുവിശേഷ വായനയിൽ യോഹന്നാന്റെ 9 അധ്യായത്തിൽ ജന്മനാ അന്ധനായ ഒരു മനുഷ്യന്റെ രോഗശാന്തിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ആഴമേറിയ നാടകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയായി ഇത് പ്രവർത്തിക്കുന്നു. യേശു ഒരു അത്ഭുതം ചെയ്യുന്നു. അവൻ തന്റെ ഉമിനീരിൽ ചെളിയുണ്ടാക്കുന്നു. അത് ആ മനുഷ്യന്റെ കണ്ണുകളിൽ പുരട്ടുന്നു. പോയി ശീലോഹാം കുളത്തിൽ കഴുകാൻ അവനോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ആ മനുഷ്യന്റെ സ്വന്തം ക്രമേണയുള്ള ഉണർവ് നിരീക്ഷിക്കുക. തുടക്കത്തിൽ തന്നെ സുഖപ്പെടുത്തിയവനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ യേശുവിനെ യേശു എന്നു പേരുള്ള മനുഷ്യൻ യോഹന്നാൻ 9:11 എന്ന് വിളിക്കുന്നു. ഒരു ദയാലുവായ പ്രവൃത്തി ചെയ്ത ഒരാൾ. പിന്നീട് പരീശന്മാരുടെ സമ്മർദ്ദത്താൽ അവൻ അവനെ ഒരു പ്രവാചകൻ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അതുവഴി അവനിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഒടുവിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും യേശുവിനെ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്ത ശേഷം അവൻ തന്റെ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പ്രവാചകനിലേക്കും പിന്നീട് ഒരു പ്രവാചകനിൽ നിന്ന് കർത്താവിലേക്കും ഉള്ള യാത്രയുടെ ഈ ക്രമാനുഗതമായ പുരോഗതി നമ്മുടെ സ്വന്തം ആത്മീയ യാത്രയെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തുവിന് നമ്മുടെ കണ്ണുകൾ തുറക്കാൻ നാം അവസരം നൽകുമ്പോൾ നമ്മുടെ ഗ്രാഹ്യം പടിപടിയായി ആഴത്തിലാകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവ്യക്തമായ ഒരു ബോധമായി ആരംഭിക്കുന്നത് ക്രമേണ അവനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നതിലേക്ക് മാറുന്നു. വിശ്വാസം അപൂർവമായി ഉൾക്കാഴ്ചയുടെ ഒരു പെട്ടെന്നുള്ള മിന്നലാണ്, മറിച്ച് അനുഭവങ്ങളിലൂടെയും അനുസരണത്തിലൂടെയും വെളിച്ചത്തോടുള്ള തുറന്ന മനസ്സിലൂടെയും അത് വികസിക്കുന്നു. ശാരീരിക അന്ധതയും ബധിരതയും ജയിച്ച ഹെലൻ കെല്ലർ അന്ധനായിരിക്കുന്നതിനേക്കാൾ മോശമായ ഒരേയൊരു കാര്യം കാഴ്ചയുണ്ട്, പക്ഷേ കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സത്യം ഏറ്റവും വികാരഭരിതമായി പ്രകടിപ്പിച്ചു. അവർക്ക് യഥാർത്ഥ ദർശനം കേവലം ശാരീരികമല്ല, മറിച്ച് ഒരു ആന്തരിക കാഴ്ചയായിരുന്നു. വിശ്വാസം, അനുകമ്പ, ഉദ്ദേശ്യം എന്നിവയുടെ ലെൻസിലൂടെ ലോകത്തെ ഗ്രഹിക്കാനുള്ള കഴിവ്. ബാഹ്യരൂപങ്ങൾക്ക് പുറം നോക്കാനും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അന്തസ് തിരിച്ചറിയാനും നിസ്സംഗതയ്ക്ക് പകരം സ്നേഹത്തോടെ പ്രതികരിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ ആന്തരിക ദർശനമാണ്. പരീശന്മാരിൽ കാണപ്പെടുന്നതുപോലുള്ള ആത്മീയ അന്ധത ഹൃദയത്തെ കഠിനമാക്കുകയും ദൈവകൃപയ്ക്ക് മുന്നിൽ നമ്മെ അന്ധരാക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു, പക്ഷേ അത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു, കാരണം ആ അത്ഭുതം അവരുടെ അധികാരത്തിനും ആശ്വാസത്തിനും ഭീഷണിയായിരുന്നു. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ക്രിസ്തു നടത്തിയ രോഗശാന്തി ഒരു പുതിയ സൃഷ്ടിയാണെന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ പഠിപ്പിച്ചു. ഇത് കാഴ്ചയുടെ പുനഃസ്ഥാപനം മാത്രമല്ല, ആഴത്തിലുള്ള വിശ്വാസത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. തന്റെ ഏഞ്ചലസ് പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രോഗശാന്തിക്ക് തുറന്നിരിക്കുന്നവരെയും കാണുന്നു എന്ന് അവകാശപ്പെടുന്നവരും ഉള്ളിൽ അടച്ചിരിക്കുന്നവരും തമ്മിൽ യേശു വേർതിരിക്കുന്നു. യഥാർത്ഥ ദർശനം എളിമയിലൂടെയും ലോകത്തിന്റെ വെളിച്ചവുമായുള്ള ദൈവം ഐക്യത്തിലൂടെയും മാത്രമേ കൈവരിക്കാനാകൂ എന്ന് ഊന്നിപ്പറയുന്നു. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു നിമിഷം നിശബ്ദമായ ആത്മപരിശോധനയിൽ ഏർപ്പെടാം. നമ്മുടെ ഉള്ളിലെ പരീശന്മാരെപ്പോലെയുള്ള അന്ധതകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷേ അത് മറ്റുള്ളവരെ കഠിനമായി വിധിക്കുന്നതും അതേസമയം തന്നെ സ്വയം കുറ്റമറ്റവരാണെന്ന് കരുതുന്നതും ആകാം, അല്ലെങ്കിൽ അനീതി വളരെ സങ്കീർണമായി തോന്നുന്നതിനാൽ അതിനെതിരെ കണ്ണടയ്ക്കുന്നതും ആകാം,
അല്ലെങ്കിൽ നമ്മുടെ അനുകമ്പയെ മൂടുന്ന പഴയ പകകളിൽ മുറുകെ പിടിക്കുന്നതും ആകാം. നമ്മുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, അയൽക്കാർ എന്നിങ്ങനെയുള്ള പോരാട്ടങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയാത്തവരുണ്ടോ? ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് നാം കാലെടുത്തു വയ്ക്കുമ്പോൾ നിഷ്ക്രിയമായി പ്രകാശിപ്പിക്കപ്പെടാൻ മാത്രമല്ല നാം വിളിക്കപ്പെടുന്നത്, മറിച്ച് നടപടിയെടുക്കാൻ നാം ക്ഷണിക്കപ്പെടുന്നു. ബന്ധങ്ങൾ തകർന്നിടത്ത് നമുക്ക് അനുരഞ്ജനത്തിനായി പരിശ്രമിക്കാം, ഒരുപക്ഷേ ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തിക്കൊണ്ടോ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടോ. ചെറുതെങ്കിലും അർത്ഥവത്തായ രീതിയിൽ നീതിക്കുവേണ്ടി നിലകൊള്ളുക. ജോലിസ്ഥലത്തെ അനീതിക്കെതിരെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. നമ്മുടെ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ അംഗങ്ങളെ നമുക്ക് പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ദുർബലരുടെയും ദരിദ്രരുടെയും അവകാശങ്ങൾക്കായി വാദിക്കാം. മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടോ സഹായഹസ്തം നീട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ലളിതമായ ദയാപ്രവൃത്തികളിലൂടെയോ നമുക്ക് ഉദാരമായി അനുകമ്പ പ്രകടിപ്പിക്കാം. സത്യാന്വേഷണത്തിൽ തൻവി ശുക്ലയെപ്പോലെ, വിശ്വാസത്തിൽ വളരുന്ന അന്ധനെപ്പോലെ, ആന്തരിക ദർശനം സ്വീകരിച്ച ഹെലൻ കെല്ലറെപ്പോലെ നമ്മുടെ അന്ധതയെ സുഖപ്പെടുത്താൻ ക്രിസ്തുവിനെ എല്ലാ ദിവസവും അനുവദിക്കാം. അവന്റെ വെളിച്ചം നമ്മെ ഇരുട്ടിൽ നിന്ന് ആഴമായ സത്യത്തിലേക്കും കാരുണ്യത്തിലേക്കും ധീരമായ സ്നേഹത്തിലേക്കും നയിക്കട്ടെ. കർത്താവ് നമ്മുടെ കണ്ണുകൾ പുതുതായി തുറക്കട്ടെ, ഇന്നും എപ്പോഴും. ആമേൻ. Thank you for watching.